നീ ഇപ്പോൾ എങ്ങനെയോ അതേപോലെ വരണം എന്ന് ആ ഇൻവിറ്റേഷനിൽ എഴുതിയിരുന്നു. ഞാൻ ജനൽ വഴിയെ നോക്കി. ആ റൂമിലുണ്ടായിരുന്നവരുടെ മുഖമെല്ലാം സന്തോഷത്താൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ കുനിഞ്ഞ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സൊന്ന് നോക്കി. എനിക്ക് നാണക്കേട് തോന്നി. ആകെ മുഷിഞ്ഞ് കറ പിടിച്ച ഒരു പഴയ വസ്ത്രം. എന്നാലും ഞാൻ ആ റൂമിലേക്ക് പോയി. വിറയലോടെ ആ കതക് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉടനെ അവിടെ നിന്ന ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചിട്ട്, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞ ഉടനെ കൂടുതൽ സന്തോഷത്തോടെ, നിങ്ങൾക്ക് ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്, വരൂ അവിടെ പോയി ഇരിക്കാമെന്നും പറഞ്ഞ് എന്നെ സ്നേഹത്തോടെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുത്തി. അവിടെ ഇരുന്ന മെനു കാർഡ് എടുത്തു നോക്കി. പല രുചിയുള്ള സാധനങ്ങൾ അതിലെഴുതിയിരുന്നു. സമാധാനം, സന്തോഷം, അൻപ്, കരുണ, സ്നേഹം, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഉടൻ എന്നെ ഒരു വെയിറ്റർ സമീപിച്ചിട്ട്, ഇന്നത്തെ സ്പെഷ്യൽ താങ്കൾക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. രക്ഷ എന്ന് മറുപടി വന്നു. ഞാൻ ആ വെയിറ്ററിനോട് വിഷമത്തോടെ പറഞ്ഞു, എനിക്കിതെല്ലാം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ പക്കൽ പണമില്ല. ഉടനെ അയാൾ, വിഷമിക്കേണ്ട, അതാ അവിടെ നിൽക്കുന്ന ആ ആളുണ്ടല്ലോ, അദ്ദേഹം നേരത്തെ തന്നെ നിങ്ങളുടെ ബില്ലിന്റെ പണം അടച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യേശു. ഉടനെ ഞാൻ യേശുവിന്റെ അടുക്കൽ പോയി. താങ്കൾ എന്ത് ചോദിച്ചാലും ഇതിനു പകരമായി ഞാൻ തരാം എന്ന് പറഞ്ഞു. ഉടനെ യേശു എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു, മകളെ, നീ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ്. നിന്നെ ശുദ്ധമാക്കണമെങ്കിൽ നീ എന്നോട് ചോദിക്കൂ, ഞാൻ നിന്നെ ശുദ്ധമാക്കും. ഉടനെ ഞാൻ അവന്റെ കാൽക്കൽ വീണ് എന്നെ ശുദ്ധമാക്കൂ എന്ന് അലറിക്കരഞ്ഞു. ഉടനെ എന്റെ ഡ്രസ്സ് ശുദ്ധമായി തൂവെള്ള നിറമായി. ഇതാ, ഈ രക്ഷ നിന്റെയാണ്, എടുത്തുകൊള്ളൂ എന്ന് യേശു പറഞ്ഞു. അതിനുശേഷം യേശു പറഞ്ഞത് എനിക്ക് മറക്കുവാൻ സാധിക്കില്ല. മകളെ, ഈ കാലിയായ മേശകളെ കണ്ടോ? ഇത് ഞാൻ മുൻപേ റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവരെല്ലാം എന്റെ ക്ഷണനത്തെ നിരസിച്ചു. നീ പോയി അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമോ? ഞാൻ നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേറ്റ് മടങ്ങി വന്നു. ഞാൻ യേശുവിന് കൊടുത്ത ഉറപ്പിനെ നിറവേറ്റും. ആദ്യം നിങ്ങളിൽ ആരംഭിക്കാം. നിങ്ങൾക്കായി ഒരു ടേബിൾ റിസർവ് ചെയ്ത് യേശു കാത്തിരിക്കുന്നു. പ്ലീസ് അവിടേക്ക് വരുമോ? ബൈബിൾ എന്തു പറയുന്നുവെന്നറിയാമോ? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു.